പഴുത്ത മാങ്ങ കൊണ്ട് പല പലഹാരങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ ഒരു തുള്ളി എണ്ണ ഉപയോഗിക്കാതെ ആവിയിൽ വേവിക്കുന്ന ഈ ടേസ്റ്റി പലഹാരം ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം തയ്യാറാക്കാനായി നല്ലവണ്ണം പഴുത്ത 3 ഇടത്തരം മാങ്ങയുടെ പൾപ്പ് 1/4 കപ്പ് വെള്ളം ചേർത്ത് അരിച്ച് റെഡിയാക്കി വെക്കുക. അതിനുശേഷം 1 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. കൂടെ 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുക. ഫ്ലേവറിനായി ഏലക്കയുടെ സീഡ്സും അതുപോലെ ലേശം ഉപ്പും. ഇതിൻ്റെ കൂടെ മാങ്ങയുടെ പൾപ്പും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ച് എടുക്കുക. ബാറ്റർ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് വീണ്ടും അരയ്ക്കുക. ഒരു ബൗളിലേക്ക് ഒഴിക്കുക. റവ ആയതുകൊണ്ട് 10 മിനിറ്റ് ഇത് അടച്ചു വെക്കുക. ഈ സമയം പലഹാരം പുഴുങ്ങാനുള്ള പാത്രം റെഡിയാക്കി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക, ഇളക്കുക. കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് വെള്ളമൊഴിച്ച് അതും കൂടി ഈ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഇത് മിക്സ് ചെയ്യുക. ബേക്കിംഗ് സോഡ താല്പര്യമില്ലാത്തവർക്കത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് കുറയുമെന്നേ ഉള്ളൂ. ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരില്ല. അതുപോലെ ബേക്കിംഗ് സോഡയ്ക്ക് പകരം 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തും ഉണ്ടാക്കാം. അപ്പോൾ ബാറ്റർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി മിക്സ് ആക്കിയ ബാറ്റർ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിക്കുക. നന്നായിട്ടത് ടാപ്പ് ചെയ്യുക. എന്നിട്ട് റൈസിൻസ് ഒക്കെ ആഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം 20 മിനിറ്റ് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. ഈ സമയം കുറച്ച് ബാറ്റർ ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലും ഒഴിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല അടിപൊളി പലഹാരം തയ്യാറായി. ഈ സമയം ആവിയിൽ വെച്ചിരുന്ന പലഹാരവും റെഡിയായി വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. ഈ പലഹാരത്തിന് മധുരം കൂടുതൽ താല്പര്യമുള്ളവർക്ക് നമ്മൾ ചേർത്ത 1/4 കപ്പ് പഞ്ചസാരയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൂടുതൽ ആഡ് ചെയ്താൽ മതി. പലഹാരത്തിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക. നല്ല പെർഫെക്റ്റ് അടിപൊളി ആവിയിൽ പുഴുങ്ങിയ പലഹാരം തയ്യാറായി. സോഫ്റ്റാണ്, രുചികരമാണ്. മാമ്പഴം കൊണ്ടുള്ള ഈ പലഹാരം പെട്ടെന്ന് സാധാരണ ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. നാരുകളില്ലാത്ത മാങ്ങയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് സെപ്പറേറ്റ് അരച്ച് പ്യൂരി എടുക്കുന്നതിന് പകരം റവ അരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ചെടുത്താലും മതി. ഏതൊരു ബേക്കറി പലഹാരത്തെക്കാളും ഗുണത്തിലും രുചിയിലും മികച്ച ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.